വിലായത്ത് ബുദ്ധ സിനിമയുടെ ഒഫീഷ്യൽ ട്രെയിലർ വന്നിട്ടുണ്ട്. ഡയറക്ടർ സച്ചി ചെയ്യാനിരുന്ന സിനിമയായിരുന്നു വിലായത്ത് ബുദ്ധ. സച്ചി പൃഥ്വിരാജ് കൂട്ടുകെട്ടിൽ പുറത്തു വന്ന ഡ്രൈവിംഗ് ലൈസൻസ്, അയ്യപ്പനും ഘോഷി എന്നീ സിനിമകളിൽ പ്രധാന വിഷയമായിട്ട് വരുന്നത് മെയിൽ ഈഗോ ക്ലാഷ് ആണ്. അതേ ഒരു സംഭവം തന്നെയാണ് വിലായത്ത് ബുദ്ധ സിനിമയിൽ നമ്മൾ കാണാൻ പോകുന്നതെന്നാണ് ഈ ഒരു ട്രെയിലർ കാണുമ്പോൾ മനസ്സിലാവുന്നത്. ഷമ്മി തിലകൻ, പൃഥ്വിരാജ് തമ്മിലുള്ള മെയിൽ ഈഗോ ക്ലാഷ് തന്നെയായിരിക്കും സിനിമയിലെ പ്രമേയം. ഷമ്മി തിലകൻ്റെ ഗംഭീര പെർഫോമൻസ് ഈ ഒരു സിനിമയിൽ കാണാൻ പറ്റുമെന്നുള്ളൊരു സൂചന സിനിമയുടെ ട്രെയിലർ തരുന്നുണ്ട്. എന്തായാലും നവംബർ 21-നാണ് വിലായത്ത് ബുദ്ധ സിനിമയുടെ റിലീസ്. പ്രണവ് മോഹൻലാലിൻ്റെ DSERA സിനിമ ഇപ്പോൾ ഗ്ലോബൽ ബോക്സ് ഓഫീസിൽ നിന്നും 75 കോടിയോളം രൂപ കളക്ഷൻ നേടിയിരിക്കുകയാണ്. പ്രണവ് മോഹൻലാലിൻ്റെ രണ്ടാമത്തെ ഏറ്റവും വലിയ വേൾഡ് വൈഡ് കളക്ഷൻ നേടിയ ചിത്രമായിട്ട് DSERA മാറിയിട്ടുണ്ട്. അങ്ങനെ കാത്തിരിപ്പിനൊടുവിൽ മമ്മൂക്കയുടെ കിടിലൻ എൻ്റർടൈനറും അതുപോലെ റിപ്പീറ്റ് വാല്യൂ ഉള്ള മായാവി സിനിമ 4K ഡോൾബി അറ്റ്മോസിലൂടെ റിലീസ് ചെയ്യുന്നു. അമരം, പാലരിമാണിക്യം എന്നീ സിനിമകളൊക്കെ റിലീസ് ചെയ്യുന്ന നേരം കൊണ്ട് മായാവി, രാജമാണിക്യം പോലുള്ള സിനിമകളാണ് ശരിക്കും റിലീസ് ചെയ്യേണ്ടിയിരുന്നത്. മമ്മൂക്കയുടെ രാജമാണിക്യം സിനിമയും ഇതുപോലെ റിലീസ് ചെയ്യേണ്ട ഒരു ചിത്രം തന്നെയാണ്. അടുത്തത് ആര് ചിത്രം വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഭരതനാട്യം സിനിമയുടെ രണ്ടാം ഭാഗമായ മോഹിനിയാട്ടം എന്ന സിനിമയിൽ ബേബി ജീൻ ഒരു പ്രധാനപ്പെട്ട റോളിൽ എത്തുന്നുണ്ട്. അതുപോലെ ഒരു സീനിയർ ആക്ടർ സിനിമയുടെ കാസ്റ്റ് ലിസ്റ്റിൽ ഉണ്ടാകുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്.